ഹായ് ഓൾ. ഞാൻ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ ക്രോമിൽ പോകുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ക്രോമിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫിജി കാർഡിൻ്റെ തന്നെ ഫിജി കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ആ ആപ്ലിക്കേഷനിൽ വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഡയറക്റ്റ്ലി ചെയ്യാം. നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ, ആരുടെ അക്കൗണ്ടിൽ നിന്ന് ചെയ്യുന്നത്. ആ അക്കൗണ്ടിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ IQ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. IQ നമ്പർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ജമീല എന്ന് പറഞ്ഞ മാഡത്തിൻ്റെ IQ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ IQ 10-4-62. ഓപ്പണായി. അതിനുശേഷം നമ്മൾ ആക്സസ് മൈ ബാക്ക് ഓഫീസ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രൊഫൈൽ നോക്കി ചെക്ക് ചെയ്യുക. അവിടെ തന്നെയാണോ നോക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ പ്രൊഫൈൽ ആദ്യം ചെക്ക് ചെയ്യണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറിപ്പോരുതല്ലോ, നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ സ്പോൺസർ, നമ്മൾ ആര് വഴി വന്നത്, അപ്പോൾ അവരെ നമ്മൾ സ്പോൺസറാക്കുന്നു. ആ വ്യക്തിയുടെ IQൽ അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് അവരുടെ തന്നെയാണോ സ്പോൺസർഷിപ്പ്, അവരുടെ തന്നെയാണോ നോക്കുക, ജമീല മാഡത്തിൻ്റെ ആണോ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ഡൗൺലൈൻ ഗ്രാഫിക്കൽ വ്യൂ ജീനിയോളജിക്കൽ ട്രീ. അതിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ അവർക്ക് പ്ലേസ് ചെയ്യാനായിട്ട് 2 സ്ഥലങ്ങൾ ഓപ്പണാണ്. പുതിയ ജോയിനിങ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആരുടെ അണ്ടറിലാണ് വരണേന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ലെഫ്റ്റും റൈറ്റും ഓപ്പണാണ്, അതിൽ വേറെ ജോയിനിങ് ഒന്നും വന്നിട്ടില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യേണ്ടത് ആരുടെ അണ്ടറിലാണോ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവണം. അതിനുശേഷം ആ വ്യക്തിയുടെ അണ്ടറിലേക്ക് നമ്മൾ എത്തണം. അതിനുശേഷം അവരുടെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ട് ഫാമിലി ആണെങ്കിൽ അവരുടെ ഫാമിലി ആണെങ്കിൽ ആ നമ്മൾ വരുന്ന വ്യക്തിയുടെ ഫാമിലിയോ അങ്ങനെ സ്വന്തം ഫാമിലിക്കാണെങ്കിൽ അവരുടെ ഫാമിലിക്കാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ വേണം ചെയ്യാൻ. ഈ പറഞ്ഞ ആളുകളുടെ ജമീല മാഡം എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫാമിലി ആണെങ്കിൽ കൂടെ ആ വ്യക്തിയുടെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലോ റൈറ്റിലോ പ്ലേസ് ചെയ്യാം. നമുക്ക് ലെഫ്റ്റിൽ തന്നെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫിജി പാർട്ട്ണർ സ്റ്റോർ തന്നെ ആണോ എന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ വേറെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡീറ്റെയിൽ നമുക്ക് എന്തായാലും അറിയണം. ഇവരുടെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരിഫൈ സ്പോൺസർ നെയിം നോക്കാം. സ്പോൺസർ നെയിമിൻ്റെ അവരുടെ IQ നമ്പർ കറക്റ്റാണെന്ന് നോക്കുക. ലെഫ്റ്റിലാണെന്ന് നോക്കുക. കണ്ടിന്യൂ ജമീല വി അല്ലേ, ഇപ്പോൾ വന്നില്ലേ അവിടെ ജമീല വി വന്നു. പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ വരുന്നത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമെയിൽ ID ആണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇമെയിൽ ID ആദ്യം കൊടുക്കാം. സീനത്ത് VP
gmail.com സീനത്ത് vp @gmail.com. പാസ്വേഡ് നമുക്ക് ആ വരുന്ന വ്യക്തിയുടെ നമുക്ക് പേരും നമുക്ക് പിന്നെ @gmail.com പേര് @1234 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബുക്കിൽ നമുക്ക് ബുക്ക് ഉണ്ടാവണം. ആ ബുക്കിലാണ് നമ്മൾ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ ആദ്യം അവരുടെ പേരൊന്ന് എഴുതി വയ്ക്കുക. VP സീനത്ത് ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കുക. വേണമെങ്കിൽ ജമീല അവരുടെ സ്പോൺസറാണെന്ന് എഴുതാം. ഐക്യു നമ്പർ പിന്നെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ പാസ്വേഡ് നമ്മൾ അവരുടെ പേരെഴുതാം. @1234 എന്ന് എഴുതാം. അതിനുശേഷം എഴുതി വെച്ചു. അതിനുശേഷമാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അവരുടെ പേരെഴുതി @1234 എന്ന് എഴുതി. അതേപോലെ തന്നെ പേര് സീനത്ത് @1234 എന്ന് എഴുതി. 2 പ്രാവശ്യം കൊടുത്തില്ലേ. അതിനുശേഷം നമുക്ക് എഴുതാനുള്ളത് അവരുടെ പേരെഴുതുമ്പോൾ ഫസ്റ്റ് നെയിം അവരുടെ VP സീനത്ത് എന്നാണ് അവരുടെ പേര് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്യാപിറ്റൽ ലെറ്റർ കൂടുതൽ എഴുതാൻ ശ്രമിക്കാം കേട്ടോ. VP സീനത്ത് VP സീനത്ത് എന്ന് എഴുതി അല്ലേ. അവരുടെ മൊബൈൽ നമ്പർ 9656 നമുക്ക് രണ്ടാമതും മൂന്നാമതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ. നമ്പർ 9656198198. പിന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ജെൻഡർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജെൻഡർ ചോദിച്ചിട്ടുണ്ടല്ലേ. ജെൻഡർ ഫീമെയിലാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോഴേ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തെളിയിട്ടാൽ നമുക്ക് ആദ്യം ആ ഇയറിൻ്റെ അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1969 അത് ആദ്യം ഇട്ടു. പിന്നെ മാസം ഏതാണെന്ന് നോക്കാം. മാസം മെയ് മാസമാണ്. പിന്നെ ഡേറ്റ് ഒന്ന് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പോട്ടാവും. മെയ് മാസം 27 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലേ 27/5/1969. ഇനി അവരുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് എഴുതാൻ നോക്കാം. വൈഫ് ഓഫ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി. വൈഫ് ഓഫ് ഹംസ. പിന്നെ കോമ ട്രിപ്ലെക്സ് പിന്നെ 533.
ഇങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലതല്ലേ, കുറച്ചും കൂടി. ഇങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം അതിനിങ്ങനെ എഴുതി 533 x11 എഴുതി. പിന്നെ കോമ2 അവിടെ സ്പെല്ലിങ് കറക്റ്റായിട്ട് നോക്കാം. വലപ്പ നാലുത്തറ കോമ പല്ലൂർ മാഹി പോണ്ടിച്ചേരി സിപ്പ് കോഡ് കറക്റ്റായിട്ട് എഴുതണം. 67 33 10. ആധാർ കാർഡ് നമ്പർ കറക്റ്റായിട്ട് നോക്കി എഴുതാം. 8189 553 8189 553 900 90026 8189 53 5539 0026. ADGP Z 3207 M. ADGP Z 3207 M. നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ്? പോണ്ടിച്ചേരി വരുമ്പോൾ നമുക്ക് തമിഴ്നാടായിരിക്കും അല്ലേ? പോണ്ടിച്ചേരി വരുമ്പോൾ തമിഴ്നാടാണ്. അപ്പോൾ 63 10 സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്.
പിൻ വരുന്നത് 67 33 10. 67 33 10. 67 33 10. പോണ്ടിച്ചേരി, മാഹി. അപ്പം അത് നമ്മൾ തമിഴ്നാട് ആയിട്ട് വരും. നമ്മൾ പോണ്ടിച്ചേരി, കൊല്ലം, മാഹി. തമിഴ്നാട്. സ്റ്റേറ്റ് തമിഴ്നാട്. കോപ്ലിക്കൻ നെയിം വരുന്നത് അഫ്നാൻ. അഫ്നാസ്. സൺ. പാസ്പോർട്ട്, ജനറൽ, മെയിൽ. ആപ്ലിക്കൻ്റ് ഇമെയിൽ വേണ്ട, നമ്മൾ നമ്പർ മാത്രം കൊടുത്താൽ മതി. 8921575073. നേരത്തെ കൊടുത്ത നമ്പർ അല്ലാതെ നമ്മൾ ഉറപ്പ് വരുത്തണം. നേരത്തെ കൊടുത്ത നമ്പർ അല്ലല്ലോ അല്ലേ? അല്ല, സെയിം നമ്പർ ആണെങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പർ കറക്റ്റ് ആവണം. 8921570073. ഈ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് കൊടുക്കുക. ഏതാണ്? കാനറ ബാങ്ക്. കാനറ ബാങ്ക്. അക്കൗണ്ട് നെയിം ആരുടെ പേരിലാണോ അക്കൗണ്ട് ഉള്ളത്, അക്കൗണ്ട് ഹോൾഡർ നെയിം സീനത്ത് VP. സീനത്ത് VP. ബ്രാഞ്ച്, ഇത് ബ്രാഞ്ചിനാണ് മാഹി. അക്കൗണ്ട് നമ്പർ 14 78 10 39 343. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 14 78 10 39 343. IFSC കോഡ്. മാഹി. കാനറ ബാങ്ക്, മാഹി, പോണ്ടിച്ചേരി.
കാനറ ബാങ്ക് മാഹി കോഡ് വേണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വന്നത് IFSC കോഡ് മാഹി ബ്രാഞ്ച് 59 CNRB 001014 478 00147 കറക്റ്റായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ചെക്ക് ചെയ്യുക, ജസ്റ്റ് ചെക്ക് ചെയ്യുക ലെവൽ അല്ലാതെ ഇങ്ങനെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഏതൊക്കെയാണ്. അല്ലാതെ ഒന്ന് ചെക്ക് ചെയ്യുക. നെറ്റ് BP മൊബൈൽ നമ്പർ 9665165819, ഡേറ്റ് ഓഫ് ബർത്ത് 27/5/19. ADGP മൊബൈൽ നമ്പർ. ഓക്കെ, ഇത് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു. കൺഫേം രജിസ്ട്രേഷൻ. കണ്ടില്ലേ, നമുക്ക് നമ്പർ കിട്ടി. നമ്പർ വന്നു, അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ നമ്പർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ നേരത്തെ എഴുതി വെച്ചെടുത്ത നമ്പർ എഴുതി വയ്ക്കാം. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ഒരിക്കലും കൊടുക്കാൻ പാടില്ല കേട്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഹോമിൽ പോവുക. ഹോമിൽ പോയിട്ട് ഈ ജമീല എന്ന് പറഞ്ഞ മുകളിൽ കാണും, അത് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യണം. അതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ ലോഗ് ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ ഒരിക്കലും പർച്ചേസ് ചെയ്യരുത്. ഇനി പുതിയ ആളുടെ നമ്പറിൽ പുതിയ ആളുടെ നമ്പർ ഏതാണോ നമ്മളിപ്പോൾ എഴുതി വെച്ചിരുന്ന നമ്പർ ഉണ്ടാവുമല്ലോ അല്ലേ, നമ്പറാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ എഴുതി വെച്ചൊരു നമ്പർ ഉണ്ടായിരുന്നു അല്ലേ, ആ നമ്പർ
നമുക്ക് പുതിയ നമ്പർ 22 ഇത് നമുക്ക് വേറെ കൂടി നമ്മളെ മനസ്സിലാക്കുക. 10,22,460 പേര് നമ്മുടെ കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് നമുക്കറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഈ മാഡത്തിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഐഡിയ ആണ് നമ്മൾ തുറക്കുക. തുറന്നു അല്ലേ? UPI വെച്ചിട്ട് ചെയ്യാം, നോക്കാം. UPI വെച്ച് നോക്കി നോക്കാം. ഞാൻ എൻ്റെ UPI വെച്ച് ചെയ്ത് നോക്കട്ടെ, പറ്റുമെന്ന് നോട്ടെ. നമുക്ക് ഓരോരുത്തർ ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ മൊബൈലിൽ ഇങ്ങനെ എടുത്തപ്പോഴേ അത് കുറച്ച് മാറ്റമുണ്ട്. വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ചെയ്യാം. നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്, റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. റിക്വസ്റ്റ് വന്നിട്ടുണ്ട്.